ഇന്ത്യ വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വന്നടുത്ത് നിൽക്കുന്നത്. നാം എല്ലാവരും വളരെയധികം ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ നോക്കേണ്ട, പ്രവർത്തിക്കേണ്ട, പങ്കെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം കേന്ദ്രത്തിലും കേരളത്തിലും ഇന്ന് ഭരിക്കുന്നത് രണ്ട് ജനവിരുദ്ധ സർക്കാരുകളാണ്. ഇന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില, ശമ്പളമില്ല, പെൻഷനില്ല. എത്ര ഭാഗങ്ങളിൽ വന്യജീവികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജനം ബുദ്ധിമുട്ടുന്നു. സർക്കാർ കടക്കെണിയിലാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആഡംബരത്തിനും ധൂർത്തിനും യാതൊരു കുറവുമില്ല. ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ നാണം കെട്ടില്ലേ? അധിക കടം വേണമെന്ന് പറഞ്ഞു ചെന്ന കേരള സർക്കാരിനോട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് 2016 മുതൽ 2021 വരെ നിങ്ങൾ എടുത്തിട്ടുള്ള സാമ്പത്തിക നയങ്ങളും നടപടികളും ധൂർത്തും കൊണ്ടാണ് നിങ്ങൾ ഈ കടക്കെണിയിലായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളം 4 ലക്ഷം കോടിയാണ് കടത്തിലായിരിക്കുന്നത്. ഇനിയും കടമെടുത്ത് കേരളം എങ്ങോട്ടാണ് കൂപ്പുമുട്ടേണ്ടത്? ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പറയാം, കിഫ്ബിയെ പറ്റി ഒരു വാക്ക്. അന്ന് പ്രതിപക്ഷം ഇതിനെ എതിർത്തതാണ്. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ നിരക്കിൽ പലിശയിൽ കടം കിട്ടുമെന്നിരിക്കെ എന്തിന് വിദേശത്ത് പോയി മസാല ബോണ്ട് വഴി 9.72% നിങ്ങൾ പണമെടുത്തു? അപ്പോൾ കേരളത്തെ പട്ടിണിയിലാക്കിയ, കേരളത്തെ കടക്കെണിയിലാക്കിയ ചിലർ തന്നെ ഇവിടെ വന്നിട്ട് ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പറഞ്ഞാൽ നാം ജാഗ്രത പാലിക്കണം. ഇതിൽ അപകടമുണ്ട്. ഏതൊരു സമൂഹത്തിനും സമാധാനമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഇന്ന് നമ്മുടെ ക്രമസമാധാനം എവിടെയാണ്? ഇന്നലെ കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2 പേർക്ക് പരിക്ക് പറ്റി. അതിലൊരാൾ മരണപ്പെട്ടു. മരണപ്പെട്ട ആളോട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ തോൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ ഈ അക്രമം അഴിച്ചുവിടുന്നത്. എത്ര നാൾ ഈ കേരള ജനത നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? ഈ കൊലപാതക രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ, മക്കൾക്ക് അച്ഛനെ, സഹോദരിമാർക്ക് സഹോദരനെ. അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്ന മുഖം ആരുടെയാണ്? 51 വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരന്റെ മുഖമാണ്. അവിടെ കൊണ്ട് തീർന്നോ നിങ്ങളുടെ കൊലവെറി? ഷുഹൈബിന്റെ കൊലപാതകം ഓർമ്മയില്ലേ? കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്ന അരിയിൽ ഷുക്കൂറിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ആൾക്കൂട്ട വിചാരണയുടെ പരമ്പരയാണ് ഇങ്ങ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ആ സിദ്ധാർത്ഥിന്റെ സാധുക്കളായ മാതാപിതാക്കൾക്ക് ആ ദുരന്തം വന്നെത്തി, അല്ലെങ്കിൽ വരുത്തി വെച്ചു. ഇവർ ആ മരണവാർത്ത അറിഞ്ഞ ആ മാതാപിതാക്കൾ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, എന്റെ മകൻ, ഞങ്ങളുടെ മകൻ വേദന അറിയാതെ പോയി കാണണമേ. അത് നടന്നോ? അതിലും അവർക്ക് ഭാഗ്യമുണ്ടായില്ല. 1-2 മണിക്കൂറല്ല, 3 ദിവസം അതിക്രൂരമായി പൈശാചികമായി പീഡിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത്. ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ എന്താണ് പറഞ്ഞത്? വയറ്റിൽ ഒരംശം ജലമോ ഭക്ഷണ പദാർത്ഥമോ ഇല്ല. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ഇവർക്കാരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തോൽക്കുമെന്നുറപ്പുള്ളപ്പോഴാണ് CPM ആക്രമം അഴിച്ചുവിടുന്നതെന്ന് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രചാരണത്തിനിടെ അച്ചു ഉമ്മൻ പറഞ്ഞു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു വിമർശനം. കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്നത് ജനവിരുദ്ധ സർക്കാരുകളാണ്. സാധാരണക്കാരന് കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്.
ശമ്പളമില്ല, പെൻഷനില്ല, കത്തിക്കയറുന്ന ആവശ്യ സാധനങ്ങളുടെ വില, വന്യജീവി പ്രശ്നങ്ങൾ. എന്നാൽ സർക്കാരിന്റെ ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ല. 4 ലക്ഷം കോടി കടത്തിലാണ് കേരളം. ഇനിയും കടമെടുത്ത് എങ്ങോട്ടാണ് കേരളം കൂപ്പ് കുത്തേണ്ടതെന്ന് അച്ചൂമ്മൻ ചോദിച്ചു. തലമൂത്ത സഖാക്കന്മാരൊന്നും മാറാം എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ മുഖമുദ്ര തന്നെ അക്രമ രാഷ്ട്രീയമാണ്. പക്ഷെ ഈ കുട്ടി സഖാക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഇവരുടെ കയ്യിലേക്കാണ് കേരളത്തിന്റെ ഭാവി വന്നു ചേരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് ഈ കുറ്റം നടന്നിട്ട് ഏറ്റവും ആദ്യം ഇത് മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിടാൻ വേണ്ടി കോൺഗ്രസ് അതിഭയങ്കരമായ രീതിയിൽ സത്യാഗ്രഹം ഉൾപ്പെടെ സമരം ചെയ്ത് വാങ്ങിച്ചെടുത്തതാണ് CBI അന്വേഷണം. അത് മട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ? അവിടെയുള്ള 31 കുട്ടികളുടെ സസ്പെൻഷനുകൾ എന്തിനാ പിൻവലിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ആരെയൊക്കെയോ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ, നിങ്ങൾ കൊല ചെയ്യൂ, നിങ്ങൾ ആക്രമിക്കൂ, നിങ്ങൾ എന്ത് ചെയ്തിട്ട് വന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. കോടികൾ കൊടുത്ത് വക്കീലന്മാർ വരും നിങ്ങളെ പുറത്തിറക്കാൻ, അല്ലേ? എന്നാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വടകരയിൽ പോയിരുന്നു. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു സാധു സ്ത്രീ, അനിത എന്ന് പറഞ്ഞൊരു നേഴ്സ് കുത്തിയിരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി കഴിഞ്ഞ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരു പേഷ്യന്റിനെ അവിടുത്തെ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഇത് വെളിയിൽ വന്നപ്പോൾ ഇതേ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കണ്ടു നിന്ന ധീരയായ ഒരു നഴ്സ് സത്യസന്ധമായ മൊഴി നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 5 പേർക്ക് സസ്പെൻഷൻ കിട്ടി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ നഴ്സിനോട് അവരെ അഭിനന്ദിക്കും. പക്ഷെ ഈ സർക്കാർ എന്താ ചെയ്തേ? അവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകിയിരിക്കുകയാണ്. അവർ കോടതിയിൽ പോയി കാര്യം പറഞ്ഞു. കോടതി പറഞ്ഞു ഇവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം ഏപ്രിൽ 1-ന്. ചെയ്തില്ല. അവര് പറയുന്നത് ഈ വിധിക്കെതിരെ അപ്പീൽ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ഇരയ്ക്കൊപ്പമില്ല. നിങ്ങൾ എപ്പോഴും ക്രിമിനൽസിനൊപ്പമാണ്. നിങ്ങൾ റിയാസ് മൗലവിക്കൊപ്പമുണ്ടോ? അട്ടപ്പാടി മധുവിനൊപ്പമുണ്ടോ? പാലത്തായി പെൺകുട്ടിക്കൊപ്പമുണ്ടോ? വാളയാറിലെ പെൺകുട്ടികൾക്കൊപ്പമുണ്ടോ? ഫസലിനോടും ഷുക്കൂറിനോടും ഒപ്പമുണ്ടോ? ഇല്ല. നിങ്ങൾ എപ്പോഴും ക്രിമിനലുകൾക്കൊപ്പമാണ്. ഇത് നമ്മൾ തിരിച്ചറിയാൻ അതിലും ദയനീയ അവസ്ഥയാണ്. 2014 ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിൽ പണം ഇട്ടു തരും, വിദേശത്തുള്ള കള്ളപ്പണം ഞങ്ങൾ ഇവിടെ എത്തിക്കും, പെട്രോളും ഡീസലിനും വില കുറയും, കർഷകരുടെ സുവർണകാലം. എന്തെങ്കിലും നടന്നോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ SBI പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ടിന്റെ രേഖകൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ അതിലുള്ളത്? അവർ മാക്സിമം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. സുപ്രീം കോടതിയുടെ കർക്കശമായ നിലപാടിനെ തുടർന്ന് മാത്രമാണ് അവർക്ക് വിവരങ്ങൾ വെളിയിടേണ്ടി വന്നത്. എന്താണ്? 6000 കോടിക്ക് മുകളിൽ BJP ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവർ 6000 കോടി നേടിയെടുത്തത്? ഒന്നാമതായി തന്നെ ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം ഷെൽ കമ്പനികൾ രൂപീകരിച്ച് വൈറ്റ് മണിയാക്കി ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. 2, എന്ത് കാര്യം സാധിക്കണമെങ്കിലും ഞങ്ങൾക്ക് കൈക്കൂലി വേണം. ആ കൈക്കൂലി നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുക. 3, പച്ചയായ ഗുണ്ടാപ്പിരിവ്. നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന തന്നില്ലെങ്കിൽ നിങ്ങളെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ഏജൻസികളെ ചട്ടുകമായി ഉപയോഗിച്ച് നിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടേയിരിക്കും. ആളുകൾ പേടിച്ച് പിരിവ് കൊടുക്കും. പിന്നെ നമ്മുടെ രാജ്യത്തെ വിറ്റു തുലച്ചുകൊണ്ടിരിക്കുകയാണ്. പല ടെൻഡറുകളും പല പ്രോജക്റ്റുകളും കിട്ടാൻ വേണ്ടി ഇവർക്ക് ഈ ബോണ്ട് വഴി സംഭാവന ചെയ്താൽ മതി. ആ സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ തച്ചുടയ്ക്കാൻ അവർ നോക്കുന്നത്. എതിരാളികളെ ഏത് വിധേനയും തളർത്തുന്ന പല നടപടികളുമാണ് അവർ ചെയ്യുന്നത്. അവർക്കറിയാം ഒരു ജനാധിപത്യ രീതിയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും.
എന്ത് വിധേനയും അത് നിർത്തണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചില്ലേ? അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയോട് എന്താണ് ചെയ്തത്? അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചില്ലേ? നമ്മുടെ പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും നമ്മുടെ സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ വന്ന അന്ന് തൊട്ട് തന്നെ വളരെ ബ്രില്യന്റ് ആയി നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എന്ത് കഴിക്കണം, നാം എന്ത് ധരിക്കണം, നാം എന്ത് പറയണം, നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം, എല്ലാ സ്വാതന്ത്ര്യത്തിലും അവർ കൈ കടത്തുകയാണ്. ഇപ്പോൾ വന്ന CAA, അത് അവരുടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള, നമ്മെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ബ്രില്യന്റ് ബ്രെയിൻ വാഷിംഗ് ടെക്നീക്കാണ്. നാം അത് തിരിച്ചറിയണം. കാര്യം ഇത് വരുമ്പോൾ നാം ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? അതുവരെ നാം എല്ലാം ഒറ്റക്കെട്ടാണ്, നാം ഒന്നാണ്, നാം ഇന്ത്യക്കാരാണ് എന്നുള്ള വികാരത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ നമ്മൾ വിഭജിച്ച് നിൽക്കാൻ വേണ്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലയിൽ അപ്പൊ കയറും, ഓക്കെ ഞങ്ങളൊക്കെ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന്. ആ ട്രാപ്പിലും നമ്മൾ വീടില്ല. ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വളരെ അടുത്ത് പരിചയമുണ്ട്. 1977 മുതൽ അദ്ദേഹം അപ്പയുടെ കൂടെ തന്നെയുണ്ട്. ഒരു സന്നദ്ധ സഹചാരിയായിരുന്നു. 32 കൊല്ലം കോട്ടയത്തെ പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെയും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് നീക്കിക്കൊണ്ടിരുന്നത്. അപ്പയുടെ എല്ലാ തെരഞ്ഞെടുപ്പും, നിങ്ങളുടെ MP ആകുന്നതിന് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നാം കൊടുക്കുന്ന ഭൂരിപക്ഷം, നാം തിരഞ്ഞെടുക്കുന്ന അത്രയും സ്ഥാനാർത്ഥികൾ ഇവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം. കഴിഞ്ഞ വർഷം 19 സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ 20 സീറ്റും കിട്ടണം. കാരണം ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഈ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ ഈ രണ്ടു കൂട്ടരും ആത്മപരിശോധന നടത്തണം. നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം. ഇത് മതേതര ഇന്ത്യയാണ്. ഞങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി നിർത്തുകയാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾ നന്നായി, നിങ്ങൾ തിരുത്തി, നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ നിങ്ങൾ വേറെ നാട് വിട്ടു പോകാനൊന്നും ഞങ്ങൾ പറയത്തില്ല. ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യക്കാരായ, ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ സന്തോഷപൂർവ്വം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ.